എൻ്റെ ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് ഒരു മുടിയുടെ കെയറിനെ കുറിച്ചാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്ത് നോക്കാവുന്നതാണ്. എൻ്റെ മുടിയുടെ രഹസ്യം ഇതാണ്. ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. എൻ്റെ മുടി ഇതാണ്ട് ഞാൻ കാണിച്ചു തരാം. നിങ്ങളെ കണ്ടോ, ഇതാണ് എൻ്റെ മുടി. കട്ടി ഉള്ള മുടി. ഞാൻ ഒരുപാട് നീളത്തിൽ താഴോട്ട് വളർത്തത്തില്ല. ഇതാണ് എൻ്റെ മുടി. നല്ല ആരോഗ്യവും പുള്ളുള്ള മുടി. ഈ മുടിക്ക് വേണ്ടിയിട്ടുള്ള ഒരു കെയർ ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാം. നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ചെയ്യണം. വീട്ടിലുള്ള സാധനങ്ങളൊക്കെ കൊണ്ട് തന്നെ ചെയ്യുന്നതാണിത്. അപ്പോൾ അതിന് ആവശ്യമായ സാധനങ്ങൾ അത് നമുക്കൊരു പ്ലേറ്റ് വേണം. അതിലേക്ക് വേണ്ടുന്ന 2-3 സാധനങ്ങളുണ്ട്. അത് എന്തൊക്കെയാണെന്ന് ഇപ്പം ഞാൻ പറഞ്ഞു തരാം. ആദ്യം നമുക്ക് വേണ്ടുന്നത് 1 സ്പൂൺ ഉലുവ. 1 സ്പൂൺ എന്ന് പറയുന്നത് ഒരു ചെറിയ ടീസ്പൂൺ ഉലുവയാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെന്ന് പറയുന്നത് 1 സ്പൂൺ കരിഞ്ജീരകം. നല്ല 1 സ്പൂൺ ആയിരിക്കണം കേട്ടോ. ഇത് ചെറിയ സ്പൂണാണ് എൻ്റെ, അതുകൊണ്ട് ഞാൻ ഇതിനൊരു 1.5 സ്പൂൺ എടുത്തു. ഇനിയും നമുക്ക് വേണ്ടിയത് തേയിലയാണ്. തേയില 1 സ്പൂൺ തേയില. അതുമല്ല 1 സ്പൂണാണ്. ഈ ചെറിയ സ്പൂൺ ആയതുകൊണ്ടാണ് ഞാൻ ഈ 1.5 സ്പൂൺ എടുത്തത്. ഈ 3 കൂട്ടം സാധനം. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ കളയുന്ന ഒരു സാധനമുണ്ട്, നമ്മുടെ സവാളയുള്ളിയുടെ തൊലി. ആ തൊലിയാണിത്. ഈ തൊലി പൊളിച്ചെടുക്കണം. പൊളിച്ചെടുത്തത് നല്ലവണ്ണം പൊളിച്ചെടുത്തതിന് ശേഷം കഴുകണം. കഴുകി വൃത്തിയാക്കി ഇതെടുക്കാവും. ഈ 4 സാധനങ്ങളും കൂടെ കൂടി നമ്മളൊരു പാത്രത്തിനകത്ത് ഒരു 2 ഗ്ലാസ് വെള്ളത്തിൽ ഒഴിച്ചിട്ട് ഇത് തലേദിവസം രാത്രിയിൽ ഇത് കുതുക്കാൻ വെക്കണം. ഈ കുതുക്കാൻ വെച്ചതിന് ശേഷം നമ്മൾ അതെടുത്തോണ്ട് വന്നിട്ട് രാവിലെ എടുത്തിട്ട് ഇത് തിളപ്പിക്കണം. തിളപ്പിച്ച് പിഴിഞ്ഞെടുക്കണം. അപ്പം ഞാൻ നേരത്തെ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇതെടുത്തത്. അപ്പോൾ ഞാൻ ആ അടുപ്പത്ത് വെച്ച് അതൊന്ന് തിളപ്പിക്കാനുള്ളത് ഒന്നുകൂടെ ഒന്ന് തിളപ്പിച്ച് റെഡിയാക്കി കൊണ്ടുവന്നിട്ട് ഇപ്പം നിങ്ങളെ കാണിച്ചു തരാം. ഞാൻ ആ തിളപ്പിച്ച് കൊണ്ടുവന്നത് തണുപ്പിച്ചതിന് ശേഷമുള്ള സാധനമാണ്. നമ്മുടെ കാപ്പി തിളപ്പിക്കുന്ന ഒരു പാത്രത്തിനകത്ത് ഇത് കണ്ടോ തിളപ്പിച്ചു. 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ അതാക്കി പറ്റിച്ച് നമുക്കൊരു 1/2 ഗ്ലാസ് വെള്ളം കൂടുതൽ ഇതിനകത്തില്ല. ഇതിന് ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഇത് നല്ലവണ്ണം നമ്മൾ കൈകൊണ്ട് ഞെരടി ഇങ്ങനെ പിഴിയണം. ഇങ്ങനെ കൈകൊണ്ട് ഞെരടി ഇത് പിഴിഞ്ഞെടുക്കണം. ഇങ്ങനെ അങ്ങോട്ട് പിഴിഞ്ഞ് ഇതെടുക്കണം. ഇതിനകത്തെ എല്ലാ സത്തും ഇതിൽ തന്നെ വരണം. അതിൻ്റെ ആ പിശിട് മാത്രം അങ്ങോട്ട് മാറ്റി വെക്കുക. ഇങ്ങനെ ഇതാക്കിയിട്ട് ഇങ്ങനെ പിഴിഞ്ഞെടുത്ത് നല്ലവണ്ണം പിഴിയണം. പിഴിഞ്ഞ് വരുമ്പോഴത്തേന് നമുക്കിതിനകത്ത് ഒരു 1/2 ഗ്ലാസ് നമ്മുടെ ആവശ്യത്തിന് മാത്രം ഉള്ളതേ ഉള്ളൂ. ഇത് കണ്ടോ, ഇത്രയും നീരുണ്ട് ഇതിനകത്ത്. നമ്മൾ 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിച്ചെടുത്തതാണ്. ഇനി ഇത് നമുക്കൊന്ന് അരിച്ചെടുക്കാം. അരിച്ചെടുക്കണം കേട്ടോ. അതിന് നമ്മൾ ചായ അരിക്കുന്ന ആ പാത്രത്തിനകത്തോട്ട് വെച്ചിട്ട് നമുക്കൊന്ന് അരിച്ചെടുക്കാം. കണ്ടോ, ഇത് അരിച്ചെടുത്ത് കഴിയുമ്പോഴത്തേന് നമുക്ക് ഇതിനാവശ്യമുള്ള ഇതേ ഉള്ളൂ. ഇത് നമുക്കൊന്ന് നല്ലവണ്ണം അരിച്ച് ഇതാക്കിയിട്ട് എടുക്കണം. നല്ല കണ്ടോ. എന്നിട്ട് ഇത് നമുക്കൊന്ന് ഞെക്കി പിഴിഞ്ഞ് ഇതെടുക്കുക. അതിനകത്ത് സത്തല്ല, ഈ ഞെക്കിപ്പിഴിച്ചിലൂടെ അതിൻ്റെ ആ സത്തെല്ലാം നമുക്കിതിൽ വരും. കണ്ടോ, ഇതൊരു കുപ്പിപ്പാത്രത്തിനകത്ത് വേണം ഇങ്ങനെ എടുക്കുന്നത്. ഇത് നമ്മളൊരു കുപ്പി പാത്രം വേണം. ഇനി ഇതിനകത്ത് ഒരു സാധനങ്ങളൂടെ വേണം. അത് ഞാൻ നിങ്ങളോട് അന്നേരം പറഞ്ഞില്ലായിരുന്നു, ലാസ്റ്റ് പറയാമെന്ന് വിചാരിച്ചു. ഇതിന് നിങ്ങൾ ഉപയോഗിക്കുന്ന മൈൽഡ് ഷാമ്പു, അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും, പിന്നെ ജോൺസൻ്റെ ബേബിയോ അല്ലെങ്കിൽ ഹിമാലയയുടെ ഏതെങ്കിലും എടുക്കാം, അല്ലെങ്കിൽ ക്ലിനിക് പ്ലസോ അങ്ങനെയുള്ള അതിൽ. ഇപ്പോൾ ഇത് ചെറിയ സ്പൂൺ ആയതുകൊണ്ട് ഞാൻ 2 സ്പൂണ് എടുക്കുന്നുണ്ട്. ഷാമ്പു ആണ് ഇത് കേട്ടോ. ഇത് ബേബി ഷാമ്പു ആണ്. ഇത് അങ്ങനെ ഒരു 2 സ്പൂണ് എടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഈ 2 സ്പൂണ് ഷാമ്പു എടുത്തു. കണ്ടോ, ഈ ഷാമ്പു ഇനി നല്ല രീതിയിൽ ഇതിൽ മിക്സ് ചെയ്യണം. ഇതിങ്ങനെ നല്ല രീതിയിൽ മിക്സ് ആക്കിയിട്ട് എടുക്കണം.
നല്ലവണ്ണം മിക്സ് ചെയ്യണം. നല്ല ഫുള്ളിതായിട്ട് മിക്സ് ചെയ്യണം. കണ്ടോ? അങ്ങനെ ഇത് ചൂടോടാരും എടുത്ത് തലയിൽ പരട്ടിക്കളയല്ല. നല്ലവണ്ണം തണുത്തതിന് ശേഷം നമ്മുടെ ഈ ഷാമ്പൂ കൂടെ മിക്സാക്കിയിട്ട് നമുക്കിഷ്ടമുള്ള ഷാമ്പൂ, മൈൽഡ് ഷാമ്പൂ ആണ് ഏറ്റവും നല്ലത് കേട്ടോ. ഈ ഷാമ്പൂ ഇട്ടിട്ട് ഇതിപ്പോൾ ഇതായി. ഞാൻ ഇതിനകത്തോട്ട് ആ ഷാമ്പൂവിൻ്റെ അതിങ്ങനെ ഇതാക്കുന്നു. നല്ലവണ്ണം നമ്മൾ ഇപ്പം ഇതാക്കിയിട്ടുണ്ട്. ഇതാണ്ട കണ്ടോ, ഷാമ്പൂവിൻ്റെ ഇതെല്ലാം കൂടെ. ഇനിയും ചെയ്യേണ്ടതെന്ന് പറയുന്നത്, നമ്മൾ നല്ല ഡ്രസ്സുകളൊന്നും ഇട്ടുകൊണ്ടായിരിക്കരുത് ചെയ്യുന്നത്. ഏതെങ്കിലും രീതിയിൽ ഇത് ഡ്രസ്സിലൊക്കെ വീണാൽ ഇത് കറയാകാനുള്ള സാധ്യതയുണ്ട്. നമ്മുടെ തേയില ഉള്ളത് കൊണ്ട് കേട്ടോ. ഇത് ഈ തേയില ഉള്ളത് കൊണ്ടാണ്. അതിനിയും ചെയ്യാൻ പോകുന്നത് കണ്ടോണം നിങ്ങൾ. മുടി ഇങ്ങനെ ഇങ്ങനെ കോരി, ഒന്നിൽ നമ്മൾ ചെറിയ സ്പ്രേ കുപ്പിയോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു കോട്ടൻ്റെ ഇതോ, ഞാൻ പക്ഷേ കൈ കൊണ്ടാണ് ഇങ്ങനെ കൈ കൊണ്ട് കോരി ഇങ്ങനെ തലയിലോട്ട് ഇങ്ങനെ പരട്ടി കൊടുക്കും. മുടി എല്ലാം നമ്മൾ കുറേശ്ശെ എടുത്തിട്ട് ഇങ്ങനെ അങ്ങോട്ട് പരട്ടി കൊടുക്കും. ഇങ്ങനെ പരട്ടി മുടിയുടെ എല്ലാ ഭാഗത്തും നമ്മളിത് പരട്ടി കൊടുക്കണം. ചിലപ്പോൾ നമ്മുടെ മുഖത്തൂടെ മേത്തൂടെയൊക്കെ ഞാനിങ്ങനെ ഒഴിക്കുന്നത് കൊണ്ട് വീഴും. അതെനിക്ക് സാധാരണയില്ല. ഞാനിതിപ്പോൾ ചെയ്യുന്നത് കൊണ്ട് എനിക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നത്തില്ല. അപ്പോൾ നിങ്ങളാരെങ്കിലും ചെയ്യുമ്പോൾ ഇതിങ്ങനെ ഒഴുകാതിരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കോട്ടണിലോ എന്തെങ്കിലും ഒക്കെ ഇതാക്കിയിട്ട് ഇങ്ങനെ ഇടണം. ആണ് ഓരോ മുടി ഇങ്ങനെ കുറേശ്ശെ എടുത്തിട്ട് നമ്മളിത് ഇങ്ങനെ എല്ലായിടവും പരത്തി കൊടുക്കുക. ഇങ്ങനെ പരട്ടി കൊടുത്തതിന് ശേഷം ഇത് എല്ലായിടും തലയുടെ എല്ലായിടവും പരട്ടണം. ഇങ്ങനെ അത്രയും എടുത്തേക്കുന്നത് മുഴുവനും നമ്മൾ ഈ മുടിയിൽ ഇങ്ങനെ ഇതാക്കി കൊടുക്കുക. പിന്നെ നമുക്ക് ബാക്കി കുറച്ച് വരുന്നുണ്ടെങ്കിൽ ഇങ്ങനെല്ലാം മുടി നല്ലവണ്ണം ഇതാക്കി കൊടുക്കണം. എന്നിട്ട് നമ്മൾ ഇങ്ങനെ ഒന്ന് കൈ കൊണ്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുകയും ചെയ്യണം. അപ്പോൾ ഇതിങ്ങനെ നമുക്ക് കുറച്ച് ഇങ്ങനെ ബാക്കി വന്നിട്ടുണ്ട്. അപ്പം ഞാനത് ചെയ്യുന്നതെന്ന് പറയുന്നത്, മുടി ഇങ്ങനെ അങ്ങോട്ട് ഇട്ടിട്ട് ഈ മുടിയാൽ ഇങ്ങനെ അങ്ങോട്ട് പരട്ടും. ആദ്യം തലയോട്ടിയെ നല്ലോണം തേച്ച് പിടിപ്പിക്കണം. എന്നിട്ട് ഇങ്ങനെ അങ്ങോട്ട് പിടിച്ചതിന് ശേഷം അടുത്ത ഭാഗം നമ്മളെടുത്തു ഇത് ഇങ്ങനെ മുടിയാൽ അങ്ങോട്ട് നല്ലവണ്ണം തേച്ച് പിടിപ്പിക്കുക. പിന്നെ ബാക്കിയുള്ളത് കണ്ടോ കുറച്ചുണ്ട്, അത് നമ്മൾ മുടിക്കകത്തോട്ട് തന്നെ ഇങ്ങനെ ഒഴിച്ച് നല്ലവണ്ണമാക്കി ഉണ്ടോ. ഇതിനി നമ്മൾ ഇങ്ങനെ മുടിയെല്ലാം കൂടെ എടുത്ത് കെട്ടി ഒരു 10-25 മിനിറ്റ് നേരം ഇങ്ങനെ തന്നെ വെക്കണം. ഇത് ഈ 10-25 മിനിറ്റ് നേരം വെച്ചതിന് ശേഷം ഇത് നല്ല വെള്ളത്തിൽ നല്ല കഴുകി വാഷ് ചെയ്തതിന് ശേഷം നിങ്ങൾ നനഞ്ഞ മുടി ഒരിക്കലും ചീവരുത്. മുടി നല്ലവണ്ണം ഉണങ്ങിയതിന് ശേഷം മുടി ചീകി വൃത്തിയാക്കുക. ഇങ്ങനെ ഒരാഴ്ചയിൽ ഒരു 2-3 പ്രാവശ്യം ചെയ്താൽ നിങ്ങൾക്ക് 1 മാസം കൊണ്ട് നിങ്ങളുടെ മുടിയുടെ റിസൾട്ട് കാണാൻ പറ്റും. അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ചെയ്തു നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ടാറ്റാ, ബൈ ബൈ.